കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു. സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം എന്നുള്ളതാണ്. പെർമനന്റ് അഡ്മിഷൻ എടുത്താൽ എന്നെ തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുമോ എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത്. അടുത്തത്, എനിക്ക് തേർഡ് അലോട്ട്മെന്റ് പുതിയ സ്ഥലം കിട്ടിയാൽ പഴയ കോളേജിൽ നിന്നും ഫീസ് തിരിച്ചു കിട്ടുമോ എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് മറുപടിയാണ് പറയുന്നത്. ഒന്നാമത്തത്, പെർമനന്റ് അഡ്മിഷൻ എടുത്താലും നിങ്ങളെ തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. കൊടുത്ത ഫീസ് തിരിച്ചു കിട്ടുകയും ചെയ്യും. എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ആബിൽ ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കാലയളവിൽ ഈ ചാനൽ നിങ്ങൾക്കൊരു ഉപകാരമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. ഇന്നൊക്കെ ആയിരിക്കും എല്ലാവരും പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. അങ്ങനെ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കും. എങ്ങനെ? ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. ഹയർ ഓപ്ഷൻ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കുക. നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അതിന് മുകളിൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷന് ഡിലീറ്റ് ചെയ്യാതെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, ഡിലീറ്റ് ചെയ്യാറുള്ള അത് ആ സ്റ്റുഡൻസ് ലോഗിൽ പോയി ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങളെ തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. ഓക്കെ, തേർഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുക ഈ 4 ഓപ്ഷനിലേക്കായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അടുത്ത അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിലൊന്നും ചെയ്യാതിരുന്നാൽ ഹയർ ഓപ്ഷൻ നിലനിർത്തും. അങ്ങനെ ആ ആളുകളെ തേർഡ് അലോട്ട്മെന്റിലേക്ക് പുതിയ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറുകയാണെന്ന് കരുതുക. എനിക്ക് ഇപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അടുത്ത തേർഡ് അലോട്ട്മെന്റ് എനിക്ക് ഒരു 6ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ 10ാമത്തെ ഓപ്ഷൻ കിട്ടിയ കോളേജിൽ ഇപ്പോൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. ആ വിദ്യാർത്ഥികളെ 10ാമത്തെ ഓപ്ഷൻ കിട്ടിയ കോളേജിൽ പോയിട്ട് ഞാൻ പോയി TC വാങ്ങി 6ാമത്തെ ഓപ്ഷൻ കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഇവിടുന്ന് TC വാങ്ങുമ്പോൾ ഇവിടെ കൊടുത്ത ഫീസ് എനിക്ക് തിരിച്ചു കിട്ടും. ആ ഫീസ് കൊണ്ട് 6ാമത്തെ ഓപ്ഷൻ കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. എന്നാൽ നിങ്ങളെ ഓപ്ഷൻ കിട്ടിയത് ഫസ്റ്റ് ഓപ്ഷനാണ് കരുതുക. നിങ്ങൾ അതിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല എന്ന് പറയാം. നിങ്ങൾക്ക് വേണ്ട ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി, പിന്നെ നിങ്ങൾ തേർഡ് അലോട്ട്മെന്റിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തികരമാണ്. എന്നിട്ട് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തു. എനിക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. ബാക്കി 4 ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തേർഡ് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഈ അലോട്ട്മെന്റിൽ ഒരു അലോട്ട്മെന്റിലും കിട്ടാത്ത വിദ്യാർത്ഥികളും അവരെ അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇന്നും നാളെയും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. പഴയ കൊടുത്ത കോളേജിലെ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ തേർഡ് അലോട്ട്മെന്റ് പുതിയ സ്ഥലം കിട്ടുമ്പോൾ തിരിച്ചു തരുമെന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.